വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന ചുവന്ന സൂര്യൻ അസ്തമിക്കുമ്പോൾ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിന് മാത്രമല്ല രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഒരു അധ്യായത്തിന് കൂടിയാണ് അവസാനമാകുന്നത്. CPM രൂപീകരിക്കാൻ അമരത്തുണ്ടായിരുന്ന അവസാന നേതാവും വിപ്ലവമണിനോട് ചേർന്നിരിക്കുന്നു. ഒരു കാലത്ത് VS ആയിരുന്നു പാർട്ടി. കർക്കശക്കാരനായ പാർട്ടി സെക്രട്ടറി, ജനകീയനായ മുഖ്യമന്ത്രി. നേതൃത്വ വിമർശനങ്ങൾക്ക് വിധേയമാകുമ്പോഴും പ്രവർത്തന ശൈലിയിലൂടെ ജനമനസ്സുകളിലേക്ക് നടന്നു കയറാൻ സാധിച്ച ചുരുക്കം നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു VS. സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുയരുന്ന ഓരോ ഇടറിയ ശബ്ദങ്ങളിലും ആ വികാരങ്ങൾ തന്നെയാണ് ഇന്ന് അണപൊട്ടുന്നത്. 1923 ഒക്ടോബർ 20 ആലപ്പുഴ പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ജനനം. ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടമായതോടെ 7ാം ക്ലാസ്സിൽ പഠിപ്പ് അവസാനിപ്പിക്കേണ്ടി വന്നു. തുടർന്ന് തുന്നൽക്കടയിലും കയർ ഫാക്ടറിയിലും ജോലി. തൊഴിലാളികൾക്ക് നേരെയുള്ള ചൂഷണങ്ങൾക്ക് സാക്ഷിയായതോടെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ സജീവമായി. 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പറായി. ജന്മിത്ത ചൂഷണത്തിനെതിരെ പുന്നപ്രയിൽ ചെങ്കൊടി ഉയർത്തിക്കൊണ്ടായിരുന്നു VSന്റെ സമര കാലഘട്ടത്തിന്റെ തുടക്കം. പുന്നപ്രയിലെ വിവിധ ക്യാമ്പുകൾക്ക് VS നേതൃത്വം നൽകി. പൂഞ്ഞാറിൽ അറസ്റ്റിലായതോടെ ക്രൂര ലോക്കപ്പ് മർദ്ദനങ്ങൾക്കും ഇരയായി. ജനാധിപത്യ പുലരിയിൽ പ്രഥമ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ അധികാരമേൽക്കുമ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അംഗം. 1965 VS ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. പക്ഷേ തോൽവിയായിരുന്നു ബലം. സ്വന്തം മണ്ഡലമായ അമ്പലപ്പുഴ VSനെ കൈവിട്ടു. കോൺഗ്രസിലെ കൃഷ്ണക്കുറുപ്പിനോട് 2000-ലധികം വോട്ടുകൾക്കായിരുന്നു തോൽവി. 1967 70 വിജയിച്ച നിയമസഭയിലെത്തി. 1977 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതോടെ ദീർഘകാലം മത്സര രംഗത്ത് നിന്ന് മാറി നിന്നു. 1980 മുതൽ 1992 വരെ പാർട്ടി സെക്രട്ടറിയായി. 1992 കോഴിക്കോട് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ EK നായനാരോട് തോറ്റതോടെ പാർട്ടി സെക്രട്ടറി പദമൊഴിഞ്ഞു. VSന്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും കാരണമായ വിഭാഗീയതയുടെ വേരുകൾക്ക് കനം വെച്ചു തുടങ്ങിയതും 92 കാലഘട്ടത്തിലാണ്. VS മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയ 92 തെരഞ്ഞെടുപ്പിൽ LDF ജയിച്ചെങ്കിലും VS തോറ്റു. പാർട്ടിക്കുള്ളിലെ കടുത്ത വിഭാഗതയായിരുന്നു പ്രധാന കാരണം. എന്നാൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള യുവ നേതാക്കൾക്കൊപ്പം കൂടിയ VSന്റെ അതിരുകളില്ലാത്ത വളർച്ചയും സംഹാര താണ്ഡവുമായിരുന്നു പാർട്ടിയും രാഷ്ട്രീയ കേരളവും പിന്നീട് കണ്ടത്. 1998 പാലക്കാട് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ എതിരാളികളെയെല്ലാം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് VS വെട്ടി നിരത്തി. VSന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാന കാലഘട്ടങ്ങളിൽ ഒന്നാണ് 2001. പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ VS കേരള രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാതെ വളർന്നു വന്നത് ഈ കാലഘട്ടത്തിലാണ്. 2 പതിറ്റാണ്ട് മലമ്പുഴ കീഴടക്കിയ VSന്റെ അപരാജിത യാത്ര ആരംഭിച്ചതും 2001 തന്നെ. UDF സർക്കാരിനെതിരെ നിരന്തരം അഴിമതി ആരോപണങ്ങളുമായി മുന്നിട്ടിറങ്ങിയ VS ജനമനസ്സുകളിലേക്ക് നടന്നു കയറി. ഐസ്ക്രീം കേസിൽ ഉൾപ്പെടെ VS നടത്തിയ ഇടപെടലുകൾ അദ്ദേഹത്തിന് പ്രതിച്ഛായ വർദ്ധിപ്പിച്ചു. VSന്റെ ജനപിന്തുണ അതിന്റെ സർവ്വവ്യാപന ശേഷിയുമേന്തി പുറത്തു വന്നത് 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി സീറ്റ് നിഷേധിച്ചതോടെ VSനായി ജനം തെരുവിലിറങ്ങി. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദന്റെ ജനപിന്തുണയ്ക്ക് മുമ്പിൽ അടിയറവ് പറഞ്ഞ പാർട്ടി അദ്ദേഹത്തിന് മലമ്പുഴയിൽ സീറ്റ് നൽകി. 20,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മലമ്പുഴ കീഴടക്കിയ VS ആദ്യമായി മുഖ്യമന്ത്രി കസേരയിലേക്ക്. മൂന്നാർ ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ അദ്ദേഹം വീണ്ടും ശ്രദ്ധേയനായെങ്കിലും VSന്റെ ഒറ്റയാൾ പോരാട്ടത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ വിമർശനം ഉയർന്നു. പിണറായി വിജയനും VSും തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ പരസ്യമായി. 2009 പാർട്ടി അച്ചടക്കം ലംഘിച്ചതിന് VSനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കി. 2011 വീണ്ടും മലമ്പുഴയിൽ നിന്ന് ജയിച്ചു കയറിയ VS വീണ്ടും പ്രതിപക്ഷ നേതാവായി. പാർട്ടിയും VSും 2 തട്ടിലായ വിഭാഗതയുടെ നാളുകൾക്കൊടുവിൽ 2015 മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിൽ VS ആദ്യമായി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്തായി. 2016 വീണ്ടും മലമ്പുഴയിൽ വിജയിച്ച VS സംസ്ഥാന ഭരണ പരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി സ്ഥാനമേറ്റു. അനാരോഗ്യം മൂലം ഏറെക്കാലമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിയ VS 2021 ജനുവരി 31 ഭരണ പരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ സ്ഥാനം രാജിവെച്ചു. പാർട്ടിയിൽ അടിതെറ്റിപ്പോഴും ഉറച്ച നിലപാടുകൾ തന്നെയായിരുന്നു VSന്റെ കരുത്ത്. പാർട്ടി ശാസനകൾക്ക് വിധേയമാകുമ്പോഴും ജനമനസ്സുകളിൽ അദ്ദേഹം തലയുയർത്തി തന്നെ നിന്നു. VS അതെ, കേരളത്തിന്റെ ചുവന്ന സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. CPM രൂപീകരണത്തിനായി ഇടതുമുഷ്ടി ചുരുട്ടി മുമ്പിൽ നിന്ന അവസാന നേതാവും വിപ്ലവമണിനോട് ചേർന്നിരിക്കുന്നു.
കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു യുഗം കൂടി അവസാനിക്കുകയാണ്. കണ്ണേ കരളെ VSA വിട.